അപ്പോൾ സുമീസ് ക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതൊരു ബാംഗിൾ സെറ്റാണ് കേട്ടോ. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ബാംഗിൾ സെറ്റാണ്. അതിന് ഞാൻ ഫ്രെയിം എടുത്തിട്ടുണ്ട്, ബാംഗിളിൻ്റെ ഫ്രെയിം. 2 4 കട്ടിൻ്റെ 2 ബാംഗിളും ഒരു 2 കട്ടിൻ്റെ ഒരു ബാംഗിളുമാണ് എടുത്തിരിക്കുന്നത്. ഇത് 2 കട്ടാണ് കേട്ടോ. ഇത് 2 കട്ടിലെ ഒരു ബാംഗിളാണ് എടുത്തിട്ട്. 2 കട്ട് എന്ന് പറഞ്ഞാൽ 2 ബാംഗിളായിരിക്കും നമുക്കൊരു സെറ്റിൽ വരുന്നത്. പിന്നെ സിൽക്ക് ത്രെഡ് ഈ ഒരു വീതിക്ക് ഞാൻ കട്ട് ചെയ്തെടുത്തത് അതിൻ്റെ എഡ്ജിൽ നമ്മുടെ ഫാബ്രിക് ഗ്ലൂ ഒന്ന് തേച്ച് കൊടുത്തു. അപ്പോൾ നമ്മളത് പ്രസ് ചെയ്യുമ്പോഴും അവിടെ കറക്റ്റായിട്ടിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് ഇളകി വരാൻ ചാൻസ് ഉണ്ട്. എന്നിട്ട് നമ്മുടെ ബാംഗിളിൽ കുറച്ച് ഫാബ്രിക് ഗ്ലൂ കൊടുത്തതിന് ശേഷം എന്താ പറയുക, അവിടെ നമ്മൾ കൈ വെച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, സിൽക്ക് ത്രെഡ് കവർ ചെയ്തെടുക്കുക. ഇത് കവർ ചെയ്യാൻ വളരെ എളുപ്പമാണ്. ജസ്റ്റ് നമ്മൾ ഒന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് കവർ ചെയ്യുന്നത് എന്നുള്ള കാര്യം മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയാവും. അതിനുശേഷം ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത ശേഷം ഇനി അങ്ങ് എന്താ പറയുക, കണ്ടിന്യൂസ് ആയിട്ട്. കാരണം നൂലെടുക്കുമ്പോൾ ത്രെഡ് എടുക്കുമ്പോൾ ഈ ഒരു വീതിക്ക് നമ്മൾ ഇത്രയും തിക്നെസ്സിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്കത് കവർ ചെയ്യുമ്പോൾ നല്ല ഫിനിഷിങ്ങിൽ കിട്ടും കേട്ടോ. തീരെ കട്ടി കുറച്ച് എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. ഒരു 45 വരെയൊക്കെ പ്രാവശ്യം ചുറ്റി എടുത്തു കഴിഞ്ഞാൽ അത്രയും ഒരു ലെയർ വരുമ്പോൾ അത്രയും തിക്നെസ് കാണും. അപ്പോൾ നമുക്ക് കവർ ചെയ്യുമ്പോഴും നല്ല ഫിനിഷിംഗ് ആയിട്ട് അത് കവർ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഗ്യാപ്പ് വരെ ഒന്നും ചെയ്യില്ല. അപ്പോൾ കുറച്ചൊക്കെ ആണെങ്കിൽ നമ്മൾ ഇങ്ങനെ ചുറ്റി ഒത്തിരി സമയവും എടുക്കും. അതിൻ്റെ ഇടയിൽ ചിലപ്പോൾ ഗ്യാപ്പ് വീഴാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മളിത് കവർ ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണമെന്ന് പറയുന്നത്. കവർ ചെയ്യുമ്പോൾ നല്ല നീറ്റായിട്ട് കവർ ചെയ്തെടുക്കുക. കാരണം പ്ലെയിൻ ആയിട്ട് നമുക്ക് ഇതിൻ്റെ സെൻറ്ററിൽ പ്ലെയിൻ ബാംഗിൾസ് കൊടുക്കാം. കർവ് ബാംഗിൾസ് പ്ലെയിൻ ആയിട്ടാണ് സാധാരണ കൊടുക്കാറ് കേട്ടോ, ഈ 4 കട്ട് ബാംഗിൾസ് ഒക്കെ. ഇതുപോലെ കവർ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടില്ലേ, നമ്മളൊന്ന് ഹാൻഡ് കൊണ്ടൊന്ന് ഫോൾഡ് ചെയ്ത് പിടിച്ചാൽ മാത്രം മതി. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ പെട്ടെന്ന് ഇളകി വരാതെ. നമ്മളൊന്ന് സ്റ്റാർട്ടിങ്ങിൽ അത് ചുറ്റി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താ പറയുക, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ബിഗിനേഴ്സിനും അത് ചെയ്തെടുക്കാം. കാരണം പിന്നെ ഉള്ളത് നമ്മൾ ഇതേണ്ട എഡ്ജ് എൻഡ് അവസാനിപ്പിച്ച് നിർത്തുമ്പോൾ എങ്ങനെ അതിനെ കട്ട് ചെയ്തിട്ട് ഒന്ന് ചെയ്യണം എന്നുള്ളത് മാത്രമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇത് നമുക്ക് ബാക്ക് സൈഡിൽ നമ്മൾ കട്ട് ചെയ്തിട്ട് പേസ്റ്റ് ചെയ്താലും അത് മേളിൽ നമ്മൾ ഒട്ടിച്ചു കൊടുത്താലും ഒരു കുഴപ്പമില്ല കേട്ടോ. നമുക്ക് എത്ര ഫിനിഷിങ്ങോടെ ആവശ്യമുണ്ട്, എത്രത്തോളം ലെങ്ത് നമുക്ക് ആവശ്യമുണ്ടെന്നുള്ളത് നോക്കിയതിന് ശേഷം കട്ട് ചെയ്യുക. ബാലൻസ് ഉള്ള ത്രെഡ് എല്ലാം കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഫാബ്രിക് ഗ്ലൂ കൊടുക്കുന്നതിൻ്റെ കാര്യം എന്ന് പറയുന്നത്, B7000 ഗ്ലൂ കൊടുക്കുമ്പോൾ ആ ഗ്ലൂ കറക്റ്റ് അവിടെ ഇങ്ങനെ ഒട്ടിയിരിക്കും കേട്ടോ, അത് പോകത്തില്ല. ഫാബ്രിക് ഗ്ലൂ ഇങ്ങനെ വൈറ്റ് കളറിൽ കണ്ടാലും അത് ഡ്രൈ ആയി കഴിയുമ്പോൾ അത് അറിയാനേ പറ്റത്തില്ല. അതാണ്. പക്ഷേ ഇത് ഡ്രൈ ആവാൻ കുറച്ചധികം സമയം എടുക്കും. ഫാബ്രിക് ഗ്ലൂ ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് അത് ഒട്ടിച്ചെടുക്കാൻ പറ്റും. പക്ഷേ എന്താ പറയുക, ഈ ത്രെഡൊക്കെ നമ്മൾ കവർ ചെയ്യുമ്പോൾ അപ്പം തന്നെ ഒട്ടിയിരുന്നോളൂ, നല്ല പേസ്റ്റ് ആയിരുന്നോളൂ. പക്ഷേ നമ്മൾ ബീഡ്സ് ഒക്കെ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നറിയാവോ, ഇത് ഒത്തിരി സമയം എടുക്കും. പക്ഷേ ഈ ഒട്ടും എന്താ പറയുക, ഗം പുറത്തേക്ക് കാണാനോ അങ്ങനെ ഒന്നും പറ്റത്തില്ല. കാരണം നമ്മൾ ഡ്രസ്സൊക്കെ പേസ്റ്റ് ചെയ്യുന്ന ഡ്രസ്സിലൊക്കെ ഉപയോഗിക്കുന്നത് ഫാബ്രിക് ഗ്ലൂ ആണ്. ഞാനിത് ചെയ്തതിൻ്റെ ആദ്യത്തെ പോർഷൻ കട്ടായിപ്പോൾ കിട്ടിയില്ലായിരുന്നു. ഇതിൻ്റെ ഇടയിൽ മൊബൈലിൽ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന അങ്ങനെ പോയതായിരുന്നു കേട്ടോ. അപ്പം ഞാനിവിടെ ഇരിക്കുന്നത് നമ്മുടെ ഐക്കുന്തനാണ്. ഐക്കുന്തൻ അത് ആ ഷേപ്പിൻ്റെ പേരാണ് കേട്ടോ, അല്ലാതെ വേറൊന്നുമല്ല. ഐയുടെ ഷേപ്പിലുള്ള ഇതാണ് എടുത്തിരിക്കുന്നത്, കണ്ടില്ലേ. ഇത് മാറ്റ് കുന്തനാണ് എടുത്തിരിക്കുന്നത്. അതിൽ സ്റ്റോൺ ഉണ്ട് കേട്ടോ ഓൾറെഡി. അതിൽ ഇതൊക്കെ ഓരോ മോഡലാണ്, നമുക്ക് ഓരോ ഫിനിഷിങ്ങിലുള്ളതാണ്. ആദ്യം ഒന്ന് വെച്ചു, പിന്നെ 2 സൈഡിലേക്ക് തിരിച്ച് അതേ മോഡലിന് തിരിച്ച് ഓപ്പോസിറ്റും കൊടുക്കും. 2 സൈഡിലേക്ക്. പിന്നെ ഇത് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇത് നമ്മളൊന്ന് കണ്ടിന്യൂസ് ആയിട്ട് അങ്ങ് ചെയ്യേണ്ടതാണ്, ബുദ്ധിമുട്ടൊന്നുമില്ല. ആദ്യം എന്താ പറയുക, ബാംഗിൾസ് നമുക്ക് എന്താണ് നമ്മൾ ഇപ്പം ഇതേ മോഡൽ തന്നെ നിങ്ങൾ ചെയ്യണമെന്നില്ല. ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ ഇത് ചിലപ്പം ഗ്യാപ്പ് ഇട്ട് കൊടുത്താൽ ഭംഗിയായിരിക്കും. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇതിപ്പോൾ എന്താ പറയുക, 3 മാത്രം കൊടുത്ത് ചെയ്തെടുക്കാം. ഗ്യാപ്പ് വിട്ട് അങ്ങനെയല്ല, പല രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ബാങ്കിള് ഫ്ലവേഴ്സിൻ്റെ ഷേപ്പിലോ എന്ത് വേണം, നമുക്ക് ഇഷ്ടപ്പെട്ട ഷേപ്പിൽ നമുക്ക് ചെയ്തെടുക്കാം. ഒരു മോഡലിൽ ഞാൻ ചെയ്തു എന്നേ ഉള്ളൂ. അടുത്ത് ഗ്ലൂ അപ്ലൈ ചെയ്യുക. ഞാൻ കണ്ടല്ലോ, ഞാൻ B7000 ഗ്ലൂ ആണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഞാൻ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ടല്ല ചെയ്യുന്നത്. കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തു, അതിന് ആവശ്യത്തിനുള്ള ഗ്ലൂ ആണ് അപ്ലൈ ചെയ്തത്, കണ്ടില്ലേ. അതിനുശേഷം അത് ചെയ്തതിന് ശേഷം അടുത്ത ആവശ്യത്തിന് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. കാരണം ഈ ഗ്ലൂവിൻ്റെ പ്രത്യേകത, ഇത് അവിടെ ആയിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് അങ്ങനെ അറിയാൻ പറ്റും നമുക്ക്. അപ്പോൾ ഇത് ഫുള്ളിങ്ങനെ ചെയ്തല്ല പോകുന്നത്. ഇടയ്ക്ക് ഗ്യാപ്പുണ്ട്, ഇടയ്ക്ക് സൈഡിലൊക്കെ നമുക്ക് ഗ്യാപ്പില്ലേ, ആ ഗ്യാപ്പിൽ കാണാൻ പറ്റും, വൃത്തികേടായിരിക്കും. അതുകൊണ്ട് B7000 ഗ്ലൂ ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. ഇതിന് പകരം നിങ്ങൾ ഫാബ്രിക് ഗ്ലൂ കൊടുത്താണ് ചെയ്യുന്നതെങ്കിൽ ഒരു കുഴപ്പവുമില്ല, നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഫിനിഷിങ്ങോടെ ചെയ്തെടുക്കാം. പക്ഷേ നമ്മളിങ്ങനെ പേസ്റ്റ് ചെയ്യുമ്പോൾ ആ വെള്ള കളറ് ഗ്ലൂ ഇങ്ങനെ നമ്മുടെ ഫെവിക്കോളിൻ്റെ കളർ പോലെയാണ് ഇരിക്കുന്നത്. അതിങ്ങനെ പുറത്ത് കാണാവുന്നേ ഉള്ളൂ. പക്ഷേ അത് ഡ്രൈ ആയി കഴിഞ്ഞാൽ നമുക്ക് ഒട്ടും അത് അറിയാൻ പറ്റില്ല.
ഇതുപോലെ തന്നെ നല്ല സ്ട്രോങ് ആയിട്ടിരിക്കും, ഇളകി വരത്തൊന്നുമില്ല. നമ്മൾ ഡ്രസ്സൊക്കെ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഫാബ്രിക് ഗ്ലൂ ആണ്. നമ്മൾ വൃത്തികേടൊന്നും വരത്തില്ല അതിൽ. അതുപോലെയാണ് നമ്മൾ ബാംഗിളിൽ ചെയ്യുമ്പോൾ പോലും അത് വെച്ച് ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല കേട്ടോ. ഞാനതങ്ങ് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി ആ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പ് കൊടുത്തില്ലേ, 4 ഇത് കൊടുത്തതിൻ്റെ സെൻറ്ററിലേക്ക് ഒരു ചെറിയ സ്റ്റോൺ കൂടെ കൊടുക്കുന്നതേ ഉള്ളൂ. ചെറിയ സ്റ്റോണാണ്. ജസ്റ്റ് ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്യുക. ആ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് അതിൽ സ്റ്റോൺസ് വെച്ച് കൊടുക്കുന്നത്. ഇനി പകരം നിങ്ങൾ സ്റ്റോൺസ് ഇല്ലെങ്കിൽ ഗോൾഡൻ ബീഡ്സ് ഉണ്ടെങ്കിൽ കൊടുക്കാം. കൊടുത്തില്ലെങ്കിലും മനോഹരമാണ് കേട്ടോ, കാരണം ഓൾറെഡി തന്നെ അതിൽ സ്റ്റോൺ ഉണ്ട്. പിന്നെ സ്റ്റോൺ ഒന്ന് കൊടുത്തപ്പോൾ കുറച്ചുകൂടെ അതങ്ങ് എടുത്ത് നിൽക്കുന്നു, അത്ര വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഒത്തിരി സമയം അങ്ങനെ എന്താ പറയുക ഇതിന് വേണ്ടിയാകത്തില്ല. നമുക്ക് ബാങ്കിൾ കവർ ചെയ്തെടുക്കുന്ന സമയം മാത്രമാണ് ആവശ്യമായിട്ടുള്ളത് കേട്ടോ. ഇതൊക്കെ നമുക്ക് സെല്ല് ചെയ്തില്ല എങ്കിലും നമ്മുടെ സ്വന്തം ആവശ്യങ്ങൾക്ക് നമുക്ക് എന്താ പറയുക എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് അറിയെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഇത് ഇപ്പോൾ ഒരു സെറ്റായിട്ടല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബോക്സ് ആയിട്ട് മാത്രമല്ല നമുക്ക് ബാംഗിൾസ് കിട്ടുന്നത്. നമുക്ക് ബാംഗിൾസ് ഇപ്പോൾ ഞാൻ പറയാം, ഒരു സെറ്റ് എന്ന് പറയുമ്പോൾ 1 കട്ട് ഇപ്പോൾ 4 ബാംഗിൾസ്, 2 കട്ടിലെ 2 ബാംഗിൾസ് ഒരു സെറ്റാണ്. 1 കട്ട് എന്ന് പറഞ്ഞാൽ ഒറ്റ ബാങ്കിളാണ്. ഇതൊക്കെ ഇങ്ങനെ തന്നെ മേടിക്കാൻ കിട്ടും ഷോപ്സിൽ ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങനെയൊക്കെ വാങ്ങിച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. തുടക്കക്കാർക്കൊക്കെ നമുക്ക് സ്വന്തമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയൊക്കെ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് സ്റ്റോൺസ് എല്ലാം അപ്ലൈ ചെയ്തു. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നതാണ്, നമ്മളിതെല്ലാം ചെയ്ത് കഴിഞ്ഞ ശേഷം ഹാൻഡ് കൊണ്ട് നന്നായിട്ട് പ്രസ് ചെയ്തൊക്കെ കൊടുക്കണം കേട്ടോ. ഞാനെല്ലാം ചെയ്തിട്ട് അതെപ്പോഴും ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോഴും അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. കാരണം ഇതേ സ്റ്റോൺസൊക്കെ കംപ്ലീറ്റ് കൊടുത്തൊക്കെ ഫിനിഷ് ചെയ്തു. കണ്ടില്ലേ, ഇതേ ഇതുപോലെ നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മുറുക്കി കൊടുത്താൽ മതി കൈക്കകത്ത് വെച്ചിട്ട്. ഇനി അടുത്ത് സൈഡിലേക്ക് 2 കട്ടിൻ്റെ 4 കട്ടിൻ്റെ 2 ബാംഗിൾസ് ആണ് എടുത്തിരിക്കുന്നത് കേട്ടോ. 4 കട്ടിൻ്റെ 2 ബാംഗിൾസ്. ഇതാണ് 4 കട്ടിൽ വരുന്ന ബാംഗിൾസ്. ഈ ഒരു വീതിയെ കാണുള്ളൂ. ഇത് 4 ബാംഗിൾസ് ഉണ്ടാവും. അപ്പോൾ ഇതിൽ 2 ബാംഗിൾസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഗ്ലൂ അപ്ലൈ ചെയ്തു. ഇതൊരു ശരിക്കും ഒരു ചന്ദ്രഗ്രഹം മൂണിൻ്റെ ഒരു ഷേപ്പിലുള്ള ഒരു കുന്തനാണ് കേട്ടോ. സെയിം തന്നെയാണ് നമ്മുടെ എന്താ പറയുക മാറ്റ് കുന്തനാണ് എടുത്തിരിക്കുന്നത്. ഒരു മൂണിൻ്റെ ഷേപ്പാണെന്നേ ഉള്ളൂ. അതിലേക്ക് അടുത്തിരിക്കുന്ന സ്ക്വയറാണ്. സ്ക്വയറിലെ മാറ്റ് കുന്തനാണ് എടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അതൊരു ഡയമണ്ട് ഷേപ്പിൽ നമ്മളൊരു 5 എണ്ണം കൊടുക്കുന്നു. വീണ്ടും ഒരു മൂൺ കുന്തൻ കൊടുക്കുന്നു. ആ പ്രോസസ്സ് കണ്ടിന്യൂസ് ആയിട്ട് അങ്ങ് ചെയ്യുന്നു. ഇതിന് പകരം ഞാൻ 5 ആണ് കൊടുത്തത്. അതിനുശേഷം നിങ്ങൾക്ക് 3 വേണമെങ്കിൽ കൊടുക്കാം. നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്കത് മാറ്റി ചെയ്യാം. ഇതുപോലെ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ചെയ്യുമ്പോൾ ഒരു ഐഡിയയിൽ ചെയ്യും. നിങ്ങൾക്ക് കാണുമ്പോൾ ഇതിൽ പല രീതിയിൽ അത് മാറ്റാൻ പറ്റും. ഇടയ്ക്കിടയ്ക്ക് കൊടുക്കാം. ഇത് കറക്റ്റ് സ്ക്വയർ ഷേപ്പിൽ കൊടുത്തു പോകാം. പിന്നെ എപ്പോഴും ശ്രദ്ധിക്കുക, ഗ്ലൂ ഒത്തിരി അപ്ലൈ ചെയ്തിട്ട് ചെയ്യാൻ നിൽക്കരുത്. കുറച്ച് മാത്രം അപ്ലൈ ചെയ്തിട്ട് ചെയ്യുക. അപ്പോൾ ശരിക്കും കറക്റ്റ് ഫിനിഷിങ്ങോടെ നമുക്കത് ചെയ്തെടുക്കാൻ പറ്റും. കാരണം അത് പെട്ടെന്ന് ഡ്രൈ ആയി. കാരണം ഇതൊക്കെ പെട്ടെന്ന് ഡ്രൈ ആവുന്നതാണ്. അപ്പോൾ ഡ്രൈ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ബീഡ്സൊക്കെ ഇളകി വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മുടെ ആവശ്യത്തിന് ഏതായാലും നമ്മൾ ചെയ്ത് കൊടുക്കുന്നതായാലും നമ്മൾ ഉപയോഗിക്കുന്നതല്ലേ. അപ്പോൾ അവരായാലും വാങ്ങിക്കുന്നവരായാലും ഉപയോഗിക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കുക. അടുത്തൊരു മൂൺ കുന്തൻ വെച്ചു. അതിനുശേഷം വീണ്ടും ഒരു 5 സ്ക്വയർ കുന്തൻ കൊടുക്കുകയാണ്. ഇതിനെ മാറ്റ് കുന്തൻ എന്നാണ് പറയുന്നത് കേട്ടോ. കാരണം ഇത്ര എന്താ പറയുക ഒരു തിളക്കമല്ല, ഒരു ഗ്ലാസ് അല്ലല്ലോ, ഒരു മാറ്റാണ്. അതുകൊണ്ടാണ് അതിനെ മാറ്റ് കുന്തൻ എന്ന് പറയുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് 4 ബാംഗിൾസ് ചെയ്താൽ പ്ലെയിനായിട്ട് നമുക്ക് ഒറ്റ ഇതിൽ യൂസ് ചെയ്യാം. ഇത് 4 എണ്ണം ഒരുമിച്ച് ചെയ്തെടുക്കാം. സെൻറ്ററിലുള്ളത് വേണമെന്നില്ല. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. സെൻറ്ററിനെക്കാട്ടിയും ഒന്നുമില്ല. സെൻറ്ററിലുള്ളത് നമ്മൾ 1-2 ബീഡ്സ് വെച്ചൊക്കെ ചെയ്തെന്ന് അറിയാം. ഇതൊന്നുമില്ല, വെറുതെ ജസ്റ്റ് ബീഡ്സ് ഓരോന്നായിട്ട് എടുത്ത് വെക്കുന്നതേ ഉള്ളൂ. വേറെ മോഡലോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇതൊക്കെ 4 എണ്ണം ചെയ്താലും വളരെ ഭംഗിയാണ് കേട്ടോ. പിന്നെ ഞാനിതിപ്പോൾ ചെയ്ത് വന്നു കഴിഞ്ഞപ്പോൾ അവിടെ സ്പേസ് കുറവാണ്. ഞാനിത് കാണിക്കാൻ കാരണം അതാണ്. ഇതിപ്പോൾ ചെയ്ത് വരുന്ന സമയത്ത് നമുക്കിപ്പോൾ 5 ബീഡ്സ് അവിടെ നിൽക്കണമെന്നില്ല. കണ്ടോ, ഇപ്പോൾ അവിടെ വന്നപ്പോൾ 3 ബീഡ്സേ നിന്നുള്ളൂ. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ ഞെരുക്കിയൊന്നും അവിടെ നിൽക്കുകയാണെങ്കിൽ എത്ര ബീഡ്സാണ് അവിടെ നിൽക്കുന്നത് അതിനവിടെ വെച്ചിട്ട് അതിനങ്ങ് ഫിനിഷ് ചെയ്യുക. അതൊരു വൃത്തികേടായിട്ട് നിൽക്കില്ല കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളത് നമ്മളൊന്ന് ശ്രദ്ധിച്ച് ചെയ്യുക. വളരെ നല്ല രീതിയിൽ തന്നെ നമുക്കത് ഫിനിഷ് ചെയ്ത് നിൽക്കാൻ പറ്റും. അല്ലെങ്കിൽ തൊട്ട് മുമ്പത്തേലുള്ള ഒന്നുകൂടെ അങ്ങ് ഇളക്കി മാറ്റിയതിന് ശേഷം 4 എണ്ണം വെച്ച് 2 അഡ്ജസ്റ്റ് ചെയ്യുക. ഓക്കെ, അതിനുശേഷം എല്ലാം കൈകൊണ്ടൊക്കെ ഒന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ബീഡ്സ് ഒന്നും ഇളകാതെ നല്ല നീറ്റായിട്ടിരിക്കും. കണ്ടില്ലേ? അപ്പോൾ സെറ്റ് നല്ല അടിപൊളിയായിട്ടുണ്ട്. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.